നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പോൾ പന്നിയിറച്ചിയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ള ഒരു വീഡിയോ ചെയ്തു. അത് പൊതുവായിട്ടുള്ളതാണ്. അത് പിന്നെ ഒന്ന് രണ്ട് പേര് ആ പോസ്റ്റ് ചെയ്യാൻ എന്താ കാരണം എന്ന് ചോദിച്ചിട്ട് രണ്ടാമത് ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പാർട്ടി സഖാക്കളുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അത് എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ അഭിപ്രായം അത് ഞാനിവിടെ പങ്കുവെക്കുന്നു. പന്നിയിറച്ചി ഒരു വായനശാലയുടെ പേരിൽ നടത്തുന്നത് പന്നിയിറച്ചി എന്നല്ല, മാംസമായാലും നോൺ എന്തും നടത്തുന്നത് തെറ്റാണെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ പ്രത്യേകിച്ച് AKGയുടെ നാമധേയത്തിലുള്ള സ്ഥാപനങ്ങൾ അത് നടത്തുമ്പോൾ അതിനൊരു ശരികേടുണ്ട്. കാരണം AKGയുടെ നാമധേയത്തിലുള്ള സ്ഥാപനങ്ങൾ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലും അവരുടെ എന്താ പറയേണ്ടത് നിയന്ത്രണത്തിലും ഉള്ളതായിരിക്കും. അല്ലാതെ AKGയുടെ പേരിടാൻ നിൽക്കില്ല. പ്രത്യേകിച്ച് AKG എന്ന് പറയുമ്പോൾ പൊതുസമൂഹം, ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരും എല്ലാ ആളുകളും കാണുന്നത് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, പ്രത്യേകിച്ച് CPIMൻ്റെ പ്രതിപുരുഷനായിട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടും ആണ് അദ്ദേഹത്തെ കാണുന്നത്. നമ്മൾ മഹാത്മാഗാന്ധിയെ കാണുമ്പോൾ പൊതുവായിട്ട് കാണില്ല. മഹാത്മാഗാന്ധിയെ ഇപ്പം പൊതുവായിട്ട് കാണുമെങ്കിലും AKGയെ അങ്ങനെ കാണില്ല, ഇന്ദിരാഗാന്ധിയെ അങ്ങനെ കാണില്ല, രാജീവ് ഗാന്ധിയെ കാണില്ല. അപ്പം അങ്ങനെ ഓരോ ആളുകളെയും, ഇപ്പോൾ നരേന്ദ്രമോദിയെ കാണില്ല, വാജ്പേയിയെ കാണില്ല. അപ്പോൾ ഓരോരുത്തരെയും ഓരോ വിഷനിലൂടെയാണ് ആളുകൾ വിലയിരുത്തുകയും കാണുകയും ചെയ്യുക. ഇപ്പോൾ TG നന്ദകുമാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പ്രതിദാനം ചെയ്ത സംഘടനയാണ് മൊത്തത്തിൽ പഴികേണ്ടി വന്നത്. RSSന് ശരിക്കും പറഞ്ഞാൽ അത്തരം നിലപാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയ. യഥാർത്ഥ RSS വർഗീയത കൊണ്ട് നടക്കുന്നതല്ല, മതേതരത്വമാണ്. RSSനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, RSSനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതേതരത്വമാണ്. വേണമെങ്കിൽ വിചാരധാരയിലുള്ള ഒരു ഖണ്ഡിക മാത്രം എടുത്തുകൊണ്ട് ആളുകൾ പറയുന്നുണ്ട്, ആദ്യം ക്രിസ്ത്യാനികളെ, പിന്നെ മുസ്ലിങ്ങളെ, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പക്ഷേ അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. അതിൻ്റെ മുന്നേ വേറെ കാര്യം പറയുന്നുണ്ട്, അതിന് ശേഷം വേറെ കാര്യം പറയുന്നുണ്ട്. ആ നിലയിൽ അതൊരു മതേതരത്വത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വരുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തെ ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യണം എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി അത് തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താം. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് AKGയെ കാണുമ്പോൾ, ഇപ്പം നമുക്ക് AKG ഭവൻ എന്ന് AKG സെൻറ്റർ, അതുപോലെ തന്നെ ഡൽഹിയിലെ AKG ഭവൻ, പിന്നെ AKG മന്ദിരം, നമ്മുടെ നാട്ടിൽ AKG മന്ദിരമുണ്ട്. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIMൻ്റെ ഓഫീസുകൾ, CPIMൻ്റെ സ്ഥാപനം, CPIMനെ പ്രതിദാനം ചെയ്യുന്ന AKG മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ഇതെല്ലാം അവിടെ അതിൻ്റെ നേതൃത്വവും നിയന്ത്രണവും CPIMനാണ്. അപ്പോൾ ആ സ്ഥാപനം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ കാണുക CPIM ചെയ്യുന്നുവെന്നാണ്. അത് നിങ്ങൾ ചിലപ്പം അതിനോട് പറഞ്ഞ ആൾ പറഞ്ഞത് AKG ഒളിവ് കടന്ന കാര്യവും അയാൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു. ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണങ്ങൾ പലതും കഴിച്ചിട്ടുണ്ടാകാം. പക്ഷെ പൊതുവായിട്ട് വരുമ്പോൾ അതിനൊരു നിയന്ത്രണം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ അവിടെ ഒരു കാവിൻ്റെ കഥ അതിനകത്ത് പറഞ്ഞു. ആ സ്ഥലത്തെക്കുറിച്ച് എനിക്കറിയാം. ആ കാവിൽ ഞാൻ 5-8 വർഷമായിട്ട് തിറമഹോത്സവത്തിന് വരാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ പറയുമ്പം ഒരു ഭാഗം കട്ടായതുകൊണ്ടാണ് കാവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെന്നൊക്കെ ചോദിച്ചത്. ആ കാവിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, എന്നാൽ കുറച്ച് കാര്യങ്ങൾ അറിയാം. അവിടെ ശാക്തയും, അതുപോലെ തന്നെ കോഴിയറവ്, മദ്യം, അതുപോലെ തന്നെ കരിയടിക്ക് മദ്യം, ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മദ്യം ചലഞ്ച് നടത്താൻ പറ്റുമോ? അവിടെ അങ്ങനെ ഒരു മുത്തപ്പന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കള്ള്. എന്നാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കർക്കിടവാവിന് ആത്മാക്കൾ, അതുപോലെ കാരണവന്മാർ വരുമ്പോൾ അവർക്ക് അകത്ത് വെച്ച് കൊടുക്കണം, അതിൽ മദ്യം വേണം. ആ മദ്യം എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ മദ്യം നമുക്ക് അലോടാണോ? അങ്ങനെ മദ്യം ചലഞ്ച് നടത്തിക്കൂടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഓരോ തലത്തിലുള്ള കാര്യങ്ങളില്ലേ. പക്ഷേ നമുക്ക് നടത്താൻ പറ്റുന്നതും നടത്താൻ പറ്റാത്തതുമായ ചില കാര്യങ്ങളുണ്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ
പന്നി കൂടുതൽ കഴിക്കാറുള്ളത് ക്രിസ്ത്യാനികളാണ്, ക്രൈസ്തവ വിഭാഗമാണ്. പക്ഷേ പള്ളിയിൽ പെരുന്നാളിനോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഫംഗ്ഷനോ പന്നി വിളമ്പാറില്ല. അവിടെ പന്നി ഇറച്ചി ഉണ്ടാകാറില്ല. സ്വാഭാവികമായി ചിക്കനോ മത്സ്യം അങ്ങനെയുള്ള കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ, ബീഫ് അത്തരം കാര്യങ്ങൾ. ശരിക്കും ക്രിസ്ത്യാനികൾക്ക് പന്നി മുസ്ലിങ്ങളെ പോലെ ചെറിയ ആറാമൊക്കെ ഉണ്ട്. പിന്നെ അത് മറ്റൊരു തരത്തിൽ വിശദീകരിക്കേണ്ടതാണ്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പന്നി ചലഞ്ച് നടത്തി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. നടത്താൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അത് ചില ആളുകളിൽ പ്രയാസം ഉണ്ടാക്കും. ഇപ്പം ഞാനത് വർഗീയത ഉണ്ടാക്കുന്നൊന്നുമല്ല, ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളാപ്പള്ളി നടേശനെയും കൂട്ടിയിട്ട് കാറിൽ പോയി. വെള്ളാപ്പള്ളി നടേശൻ എന്താ പറയുക, ലൈസൻസിലാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ തിക്തഫലം കേരളം മൊത്തം അനുഭവിച്ചു. തിക്തഫലം കേരളം മൊത്തം അനുഭവിച്ചു. ഷംസീറിൻ്റെ പ്രസംഗത്തിലും സംസ്ഥാനവും കേന്ദ്രം എല്ലാവരോടും അന്വേഷണത്തിലും മൊത്തത്തിൽ ചർച്ചയിലും കണ്ടെത്തിയത് അയ്യപ്പ സംഗമം പിന്നെ പാർട്ടി നടത്തിയതല്ല, ദേവസ്വം ബോർഡ് നടത്തിയതാണ്, ഗവൺമെൻറ് നടത്തിയതല്ല എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ ഉണ്ടായ സംഭവങ്ങളും വെള്ളാപ്പള്ളി നടേശനെ കൂട്ടി പോയതും എല്ലാം കൂടി വന്നപ്പോൾ കേരളത്തിലുടനീളം അത് പാർട്ടിയാണ് ബാധിച്ചത്. പയ്യന്നൂരെ സംഭവം പറയുമ്പോൾ, പയ്യന്നൂർ ഒരു സ്ഥലത്ത് സംഭവം നടക്കുമ്പോൾ അത് കേരളത്തിൽ ആകമാനം അലയടിക്കുന്നുണ്ട്. നമ്മളുൾപ്പെടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ചില കടകളിലിരുന്ന് ചില ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മറുപടി പറയേണ്ടി വരുന്നില്ലേ? നമ്മൾ അതിനെ പിന്നെ പ്രതിരോധിക്കേണ്ടി വരുന്നില്ലേ? അപ്പോൾ ഇപ്പം ആ നാടിനെ കുറിച്ച് പറയാൻ പാടില്ല, പോളണ്ടിനെ കുറിച്ച് മിണ്ടരുത് എന്ന് പറയുമ്പോഴാണ്. ആ നാടിനെ കുറിച്ച് പറഞ്ഞാൽ എന്തോ, അതിന് തൊട്ടപ്പുറത്തെ നാട്ടിലെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ലാസ്റ്റ് പിന്നെ ന്യൂനപക്ഷ കൺസോൾട്ടിൻസിഡിങ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ അങ്ങ് ഇംഗ്ലീഷും പറഞ്ഞ് ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രയാസം എന്താ പറയേണ്ടത്, വെറുതെ പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ വിലക്കുക. ഈ ന്യൂനപക്ഷങ്ങളെ പ്രയാസപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ഇത്തരം കാര്യങ്ങളാണ്. നമ്മളിപ്പം പിന്നെ മത്സ്യ ചലഞ്ച് നടത്തിയിട്ടില്ലേ? മത്സ്യ ചലഞ്ച് നമ്മൾ ചൂരൽമഴ പിന്നെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ധനസമാഹരണത്തിന് ഡിവൈഫ് നടത്തിയില്ലേ? മത്സ്യ ചലഞ്ച് നടത്താം, പക്ഷേ ഇത് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ ബീഫ് നടത്തിയാലും മറ്റൊരു വിഭാഗത്തിന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നടത്താൻ പറ്റുന്ന, നമുക്കിപ്പോൾ മദ്യ ചലഞ്ച് നടത്താൻ പറ്റില്ല, എന്നാൽ നടത്താൻ പറ്റുന്നതുണ്ട്. ഇത് ഇവിടെ ഇപ്പോൾ നിങ്ങളൊരു പോസ്റ്റർ എഴുതിയിട്ടു, ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമൊന്നുമല്ല, പോസ്റ്റർ വ്യാപകമായിട്ട് പ്രചരിക്കും. അത് പ്രചരിക്കുമ്പോൾ ചില ആളുകളിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കേരളത്തിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രൈസ്തവരും ഇസ്ലാമികളുമാണ്. അതിൽ ഭൂരിപക്ഷം ഇസ്ലാമികളാണ്. അപ്പോൾ അത് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പിന്നെ പടിയൂർ ലോക്കൽ കമ്മിറ്റിയിലുള്ള ഷംസു അതുപോലുള്ള സിറാജിനെ പോലുള്ള ആളുകൾക്ക് ഇതിലെന്താണ് അഭിപ്രായം? അവർ പറയോ, നിലപാട് പറയോ, പരസ്യമായിട്ട് പറയോ? അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരു AKGയുടെ നാമധേയത്തിൽ ചെയ്യുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ്, അപ്പോൾ നീ പാർട്ടീൻ്റെ കാര്യമൊന്നും നോക്കണ്ട, നീ എൻ്റെ പണിയെടുത്താൽ മതി എന്ന് പറയും. പക്ഷേ പാർട്ടിയുടെ അഭിപ്രായം പറയാൻ എനക്കും, നിങ്ങൾക്ക് പറയാൻ എന്തെല്ലാം ഉണ്ടോ അതേപോലെ അവകാശം എനക്കുമുണ്ട്. ആർക്കും, ചില ആളുകൾ അതിൻ്റെ നേതൃനിരയിലേക്ക് വന്നുപോയെന്ന് വെച്ചാൽ സ്ഥിരം തൊഴിലൊന്നുമല്ല. അവരവിടെ വന്നുപോയി എന്ന് വെച്ചിട്ട് ഇതൊക്കെ പിന്നെ അവരതാണെന്നൊന്നുമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ അതിൽ ആ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക്, അല്ലാത്തവർക്കും ഇപ്പോൾ ചാനൽ ചർച്ചയിൽ എത്ര ആൾക്കാർ എന്തെല്ലാം അഭിപ്രായം പറയുന്നുണ്ട്. ജയശങ്കറിനെ പോലുള്ള പിന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ പിന്നെ നാളെ മോങ്ങിയിട്ട് കാര്യമില്ല. ന്യൂനപക്ഷ ഏകീകരണമാണ്, ന്യൂനപക്ഷങ്ങളുടെ വർഗീയത തിമിർത്താടിയ എന്ന് ഇത്തരം പരിപാടികളൊക്കെ നടത്തിയിട്ട് മറ്റുള്ളവൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് പിന്നെ വർഗീയത തിമിർത്താടീനോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. AKGയുടെ നാമധേയത്തിൽ ഉള്ളൊരു സ്ഥാപനം അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കുറേ ആളുകൾ പിന്നെ മെസ്സഞ്ചറിലൊക്കെ വന്നിട്ട് എൻ്റെ അമ്മക്ക് വിളിച്ചിട്ടുണ്ട്, അമ്മേൻ്റെ പല ആ ശരീരഭാഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയുടെ ശരീരത്തിനോ എൻ്റെ അമ്മയുടെ ശരീരഭാഗത്തിനോ ഒന്ന് കുറയോ കൂടുകയോ ഒന്നും ചെയ്യൊന്നുമില്ല. ഒരു പോറൽ പോലും സംഭവിക്കില്ല. അമ്മ ഈ സംഭവം അറിയേയില്ല. നിങ്ങളങ്ങനെ പറയുന്നതിൽ സന്തോഷം. നിങ്ങൾ ഇനിയും പറയണം, നിങ്ങൾ ഇനിയും എഴുതണം, നിങ്ങൾക്ക് പറ്റാവുന്നത് നിങ്ങൾ എഴുതണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ പറഞ്ഞത് കാച്ചിക്കളിയും, നിങ്ങൾക്ക് ആ നാടിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ലെന്നേ, ഫസ്റ്റിലത്തെ അടിക്കേ വേദന ഉണ്ടാവുള്ളൂ. ഫസ്റ്റിലത്തെ അടിക്കേ വേദന ഉണ്ടാവും, പിന്നത്തെ അടിയെല്ലാം ആ ഒറ്റ വേദനയിൽ അങ്ങ് പോകും. ഒറ്റ
ഒറ്റ കൊത്തിന് വലിയ മുറിയാണെങ്കിൽ വേദനയേ ഉണ്ടാവില്ല. മുറിഞ്ഞ് കിടക്കേണ്ട അതാണ്, അങ്ങനെയാണ് യോഗമെങ്കിൽ അങ്ങനെ കിടക്കും. അല്ല ഒരൊറ്റ കൊത്തിന് മരിക്കാനാണെങ്കിൽ പിന്നെ പണ്ടൊരാൾ പറഞ്ഞ പോലെ പിന്നെ തൂക്കിക്കൊല്ലാനല്ലേ വിധിച്ചിട്ടുള്ളൂ, രോമൊന്നും പരിക്കില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ എൻ്റെ അഭിപ്രായമായി രേഖപ്പെടുത്തും. ഞാൻ എൻ്റെ പിന്നെ അഭിപ്രായങ്ങളായിട്ട് പറയും. നിങ്ങൾ നിങ്ങളെ അഭിപ്രായം പറഞ്ഞോ, അതിനെതിരൊന്നുമില്ല. പക്ഷേ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് ചിന്തിച്ചാൽ പിന്നെ എന്താ പറയുക, എന്നോടിപ്പോൾ നല്ല നിലയിൽ പറഞ്ഞ ആളോട് ഞാൻ നല്ല നിലയിൽ തന്നെ, അല്ലാതെ ആരോട് നിങ്ങളോടാരും മത്സരത്തിനൊന്നും വരുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് തെറി പറയുമ്പോൾ ഞാൻ തിരിച്ച് തെറി പറയുന്ന ഒരു തെറിയും പറയില്ല. നിങ്ങൾ എന്നെ അടിച്ചെന്ന് ചോദിച്ച് ഞാൻ തിരിച്ചടിക്കൊന്നുമില്ല. നിങ്ങൾ പറയും എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന്. അതിലൊക്കെ പിന്നെ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. AKGയുടെ നാമധേയത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്, CPIMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഇപ്പോൾ കൃഷ്ണപിള്ളയെ പറയുമ്പോൾ CPIക്കാരും CPMകാരും ഒന്നായിട്ടുണ്ടായ ഒരു കൂട്ടത്തിലുണ്ടായതാണ്. പക്ഷേ EMSഉം AKGയും മറ്റുള്ള ആളുകളും ചടയൻ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള NK നായനാർ ഉൾപ്പെടെയുള്ള ആളുകൾ CPIMനെ പ്രതിദാനം ചെയ്യുന്ന അതിൻ്റെ പിന്നെ സിമ്പലുകളാണ്, അതിൻ്റെ ബിംബങ്ങളാണ്, അതിൻ്റെ പ്രതീകമാണ്. അപ്പോൾ അവരുടെ പേരിലുള്ള സ്ഥാപനങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ വിലയിരുത്തും. പിന്നെ അവർ ചിലപ്പോൾ അത് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ വരുമ്പോൾ, മറ്റു കാര്യങ്ങൾ വരുമ്പോൾ അവർ ആ പ്രകടനം നടത്തും. എന്നിട്ട് പിന്നെ വർഗീയതയാണ്, തിമിർത്താടിയതാണ്, ന്യൂനപക്ഷങ്ങൾ ഏകീകരിച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ വിലക്കേണ്ടത് അത് നേതൃത്വം ഇടപെട്ട് തിരുത്തേണ്ടതുമാണ്. വായനശാല, നാലമ്പല യാത്ര നടത്തുമ്പോഴും എന്നാൽ പിന്നെ മലയാറ്റൂരേക്ക് പോവാം, മക്കാമുകൾ സന്ദർശിക്കാം, ഇതെല്ലാം ചെയ്യാലോ. എന്തിനാണ് ടൂറിന് പോയാൽ പോരെ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോയാൽ പോരെ ഒരു വായനശാല, അതിലൂടെ വരുമാനം ഉണ്ടാക്കാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തെല്ലാം ചലഞ്ചുകൾ നടത്താണ്ട്, തുണി, പായസം, ഭക്ഷണം, പിന്നെ ഈ പറഞ്ഞ പോലെ പൊതുവായിട്ട് നടത്താൻ പറ്റുന്ന ഭക്ഷണം, മീൻ, ഇതെല്ലാം നടത്താമല്ലോ. പന്നിയെ അംഗീകരിക്കാതെ ഹിന്ദുക്കളും ഇസ്ലാമികളും ക്രിസ്ത്യാനികളും ഉണ്ട്, ഒരു വിഭാഗം ആളുകളുണ്ട്. പിന്നെ വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ഇത് ശരിയല്ല. അപ്പം അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ ഇന്നും അന്ന് കൂട്ടി നടന്ന ആൾ തള്ളി പറയില്ല. പക്ഷേങ്കിൽ കേന്ദ്ര കമ്മിറ്റി മറ്റ് കമ്മിറ്റി എല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കാം. അദ്ദേഹം തള്ളി പറയില്ല, കാരണം അതിന് ഒരുപാട് കാരണങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നീടൊരു കാലഘട്ടത്തിൽ അവിടെ ഒരു വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാകുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം പരിപാടികൾ ഇനിയെങ്കിലും നടത്തുമ്പോൾ അവധാനതയോടെ ചെയ്യാൻ മേൽ കമ്മിറ്റികൾ ഇടപെടണം. AKGയുടെ നാമധേയത്തിലാണ്, അല്ലെങ്കിൽ EMSൻ്റെയും കൃഷ്ണപിള്ളയുടെയും അതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ നേതാക്കന്മാരുടെ നാമധേയത്തിലുള്ള സ്ഥാപനങ്ങൾ ഇതുപോലെ ഉള്ള പരിപാടികൾ നടത്തുമ്പോൾ അതിന് മേൽ കമ്മിറ്റി ഇടപെട്ട് അത് കൃത്യമായ കൈകാര്യം ചെയ്യേണ്ടതാണ്. അല്ല പിന്നെ പണ്ടത്തെ പോലെ പിന്നെ പോസ്റ്ററൊന്നും അടിക്കാണ്ട് മൗത്ത് ടു മൗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വീടുകളിൽ കയറി ഓർഡർ എടുത്താൽ ഇത് പിന്നെ പ്രചരിക്കില്ല. ഇപ്പം നിങ്ങൾ അത് ഒരു പിന്നെ ഇത് നോട്ടീസ് ഉണ്ടാക്കിയിട്ട് അതൊരു സ്റ്റിക്കർ ഉണ്ടാക്കി അത് മുഴുവനിടത്തും പ്രചരിപ്പിച്ച് ഇത് അടുത്ത കൊല്ലം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് എല്ലാ കാലവും ആ നിലയിലേക്ക് ഒരു കുറച്ച് ലോങ്ങാണ് വീഡിയോ, കാരണം ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇത് നാളെ പിന്നെ ന്യൂനപക്ഷങ്ങളുടെ പിന്നെ ഏകീകരണമാണ്, അത് പിന്നെ വർഗീയത തിമിർത്താടിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് വെള്ളാപ്പള്ളി നടേശനെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ തള്ളിപ്പറയുകയോ അദ്ദേഹത്തെ എതിർക്കുകയോ ചെയ്യാതെ വന്നപ്പോൾ കേരളം മുഴുവൻ അനുഭവിച്ചതാണ്. അതുപോലെ ഇവിടെയും ഈ വിഷയത്തിലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇനിയെങ്കിലും, അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇത് പറ്റില്ല എന്ന് പറയാൻ കാരണം, ഇത് ശരിയല്ല എന്ന് പറയാൻ കാരണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, വസ്ത്രം ധരിക്കാം, എനിക്ക് എൻ്റേതായ അഭിപ്രായം, എനിക്ക് ഇഷ്ടമുള്ള അഭിപ്രായങ്ങൾ പറയാം, എന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ തെറിയും പറയാം.